ഇതെന്താണാവോ ഈ പെരുമ്പാവൂർ മാത്രം ഈ മഴ നിൽക്കാത്തത്? സകല സ്ഥലത്തും മഴ നിന്ന് കഴിഞ്ഞു, വെള്ളം കുറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പെരുമ്പാവൂർ ഇത് ഇന്ന് രാവിലെ നോക്കി, നല്ല മഴ. മഴ എന്ന് പറഞ്ഞാൽ ഇരുണ്ട് മൂടി കിടക്കുന്നു. ഇന്നും നാളെ ഈ ഒരാഴ്ച കണ്ടു കഴിഞ്ഞാൽ, മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ മഴക്കാറുണ്ട്. പെരുമ്പാവൂർക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ആസാമിലെ ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പെരുമ്പാവൂരാന്ന് തോന്നുന്നു മഴയുടെ കാര്യത്തിൽ. കാര്യം ഇവിടെ വെള്ളപ്പൊക്കവും മറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മഴ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, ശക്തമായ മഴ. ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ രാവിലെ വെയിലായിരിക്കും, എല്ലാ സ്ഥലങ്ങളിലും മഴയൊക്കെ കുറഞ്ഞു, അപ്പോൾ പുറത്തൊക്കെ പോകാം, വെയിലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോണ്ട് ദാണ്ടട കിടക്കുന്നു. രാവിലെ തൊട്ട് രാത്രി തൊട്ട് മഴ പെയ്യും. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മഴയില്ലായിരുന്നു, രാത്രി ഇന്നലെ മഴ പെയ്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മഴയൊന്നുമില്ല. ഇന്നലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, ചെറിയ വെയിലൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് നല്ല വെയിലായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ നടക്കുമെന്ന് വിചാരിച്ചു, പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്ക്, ഒരു സ്ഥലത്തേക്കും പോകാനും പറ്റൂല, ശക്തമായ മഴ. മഴ കൂടിക്കൂടി വരിക. ഇന്നലെ രാത്രി തൊട്ട് മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, വെളുപ്പാങ്കാലത്ത് നല്ല മഴയായിരുന്നു. ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ മഴ തന്നെ മഴ. മഴ പെയ്തുകൊണ്ടിരിക്കുക. ആകാശത്ത് മഴക്കാറ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ച കാലത്തെ മഴക്കാറുണ്ട്. ആ രീതിയില്ല. ഇതങ്ങിപ്പോൾ അങ്ങ് നിൽക്കുന്നു തോന്നുന്നില്ല. എന്താ ചെയ്യുക? ഇങ്ങനെ ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നാളെ പിള്ളേർക്ക് അവധി കൊടുക്കേണ്ടി വരുമല്ലോ കളക്ടർക്ക്. നല്ല മഴ. നിങ്ങളുടെയൊക്കെ നാട്ടിലും മഴയുണ്ടോ? എനിക്ക് വന്ന തെക്കൻ മേഖലകളിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു, മഴയൊക്കെ കുറഞ്ഞു അല്ലേ? ഇന്ന് രാവിലെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ ഇവിടെയൊക്കെ? ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുക? പിന്നെ മഴക്കാലത്ത് മഴയല്ലാതെ വേറെന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതൊരു കാര്യമാണ്. മഴക്കാലത്ത് മഴയേ പെയ്യുള്ളൂ, കർക്കിടക മാസമാണ്, മഴ തന്നെ പെയ്യണം. പക്ഷേ പഴയ കാലത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ രാവിലെ തൊട്ട് ഞാറ്റുവേലയ്ക്കൊക്കെ ഒരാഴ്ച മഴ പെയ്യും. രാവിലെ തൊട്ട് ഇങ്ങനെ ചെറിയ തുള്ളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നു. അത് വലിയ ശല്യമില്ലായിരുന്നു മനുഷ്യർക്ക്. അത് 24 മണിക്കൂർ മഴ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മഴ അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴത്തുള്ളികളുടെ ശക്തി കൂടുതലാണ്. അതായത് ഭയങ്കരമായ ഒരു മഴ അടിച്ച് ചൊരിഞ്ഞ് പെയ്തിട്ട് ഒരു മഴ എന്ന് പറയുമ്പോൾ ഒരാഴ്ച പെയ്യുന്ന ആ വെള്ളത്തിൻ്റെ ആ അളവ് ഒരു മഴയിൽ കിട്ടുന്നു. അതാണ് ഇപ്പോഴത്തെ മഴയുടെ ഒരു പ്രശ്നം, പ്രതിഭാസം അതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും പഴയ കാലത്ത് മഴയില്ലേ? പഴയ കാലത്ത് മഴയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാറ്റുവേലയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ചക്കാലം ഫുള്ള് സൂര്യനെ കാണത്തില്ല. പറമ്പിൽ നമ്മൾ താഴെ കുത്തിക്കഴിഞ്ഞാൽ ഉറവ് വരും. ആ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ശല്യമില്ലായിരുന്നു. ശല്യം എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. മഴത്തുള്ളികളുടെ അളവ് കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇങ്ങനെ ഈ ഭയങ്കരമായ ശബ്ദത്തോടു കൂടി വന്ന് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ 1 മാസത്തെ വെള്ളം ഒറ്റ മഴയിൽ തന്നെ കിട്ടും. അതാണ് ആ പ്രതിഭാസത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ശരിയാണ്. പണ്ടും മഴ ഉണ്ടായിരുന്നു, എന്തിനാണ് സ്കൂളിൽ അവധി കൊടുക്കുന്നത്? അപ്പോൾ ആ മഴയുടെ സ്വഭാവത്തിൽ വന്ന ഒരു വ്യത്യാസമുണ്ട്. അന്നത്തെ മഴ ഇന്നത്തെ മഴ. പിന്നെ അന്ന് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും